Hello everyone. Today we are going to discuss about fifth module. Okay. അഞ്ചാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂളിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എനർജി ഫ്രം ഓഷ്യൻസ്. സോ എനർജീസ് എന്ന് പറഞ്ഞാൽ വി ആർ മെയിൻലി ഫോക്കസിങ് ഓൺ ഇലക്ട്രിസിറ്റി, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി ആണ് നമ്മൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. സോ ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമുക്ക് മെയിനായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഓഷ്യൻ തെർമൽ ഇലക്ട്രിക് കൺവേർഷൻ, ടൈഡൽ എനർജി കൺവേർഷൻ, ജിയോ തെർമൽ എനർജി കൺവേർഷൻ. ഈ മൂന്നെണ്ണമാണ് നമുക്കിതിൽ ബേസിക് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഹൈഡ്രോ പവർ, ഗ്ലോബൽ ആൻഡ് ഇന്ത്യൻ സിനാരിയോ. ഗ്ലോബലും ഇന്ത്യയിലും എന്താണ് ഇപ്പോൾ ഹൈഡ്രോ പവറിൻ്റെ അവസ്ഥ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സാധാരണ നമ്മളൊരു വെബ്സൈറ്റിൽ കയറി നോക്കുന്നത് പോലെ തന്നെയാണ് വീണ്ടും അതിൻ്റെ ഒരു സിനാരിയോൻ്റെ കറക്റ്റ് ഫിഗേഴ്സ് ആൻഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഹൈഡ്രോ പവർ, ഇലക്ട്രിസിറ്റി ഫ്രം ഹൈഡ്രോ പവർ ആൻഡ് സ്മോൾ ഹൈഡ്രോ പവർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിഫ്ത്ത് മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. കമ്പാരിറ്റീവ്ലി ഏറ്റവും ഈസിയസ്റ്റ് മോഡ്യൂളാണ് നമുക്കൊരു ഫിഫ്ത്ത് മോഡ്യൂൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ന് പറയുന്നത് ഓഷ്യൻ തെർമൽ ഇലക്ട്രിക് കൺവേർഷൻ, OTEC ഷോർട്ട് ഫോമായിട്ട് അറിയപ്പെടുന്നത്. So as the name indicates, thermal, it is something that is related to heat. Electric means it is electrical energy. So we are extracting thermal energy and converting to the electrical energy. That is the main motive of OTEC. So actually what are the components? എന്തൊക്കെയാണ് ഒരു OTECയുടെ components എന്ന് നോക്കി കഴിഞ്ഞാൽ we have the constant parts like turbine and generator. Constant parts means the all electrical conversion system has the turbine and the generator except the solar power generations. ബാക്കി എല്ലാത്തിലും നമുക്ക് ഈ ടർബൈനും ജനറേറ്റേഴ്സും ഉണ്ട്. അതാണ് നമ്മുടെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ടർബൈൻ ഈസ് എ റൊട്ടേറ്റിംഗ് വൺ. സോ പിന്നെ നമുക്കിതിൽ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഫ്ലൂയിഡ്. വി നോ ദാറ്റ് വാട്ട്സ് എ പർപ്പസ് ഓഫ് വർക്കിംഗ് ഫ്ലൂയിഡ്. വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി ആർ യൂസിങ് വാട്ടർ, ഇറ്റ്സ് ടേക്ക് 1000 or 100 degree Celsius, 100 degree Celsiusലേക്ക് റീച്ച് ചെയ്യാനും അതേപോലെ സ്റ്റീമിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ദി ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കൂടുതലാണ്. സോ ഇറ്റ് ടേക്സ് മോർ എമൗണ്ട് ടു ചേഞ്ചസ് ടു സ്റ്റീം. സോ നമ്മൾ എന്ത് ചെയ്യും, അതിനേക്കാൾ വാല്യൂസ് കമ്പാരിറ്റീവ്ലി ലെസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ്, വർക്കിംഗ് ഫ്ലൂയിഡ് എടുക്കും. സോ വി ക്യാൻ ഈസിലി കൺവേർട്ട് ദാറ്റ് ഫ്ലൂയിഡ് ടു ദി സ്റ്റീം പാർട്ട്. സോ അതാണ് അതിൻ്റെ ഒരു ഏറ്റവും ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ സോ ആക്ച്വലി വർക്കിംഗ് ഫ്ലൂയിഡ് അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ബോയിലർ ഓർ ഇവാപ്പറേറ്റർ. ദെൻ ഇറ്റ്സ് ദിസ് ഷോസ് pump that is condenser again, cold water from ocean depth, then water from surface. അപ്പോൾ ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഹോട്ട് സർഫേസ് വാട്ടർ, വാം സർഫേസ് വാട്ടറാണ്. അതായത് നമ്മുടെ സർഫേസ്, ഓഷ്യൻ്റെ സർഫേസിലുള്ള വാം വാട്ടർ, കുറച്ചും കൂടെ ഹീറ്റായിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള ഒരു വാട്ടർ. സോ ഇവിടെ ഹീറ്റും ഉണ്ട്, ഇവിടെ കോൾഡ് വാട്ടറാണ് ഫ്ലോ ചെയ്യണമെന്ന് പറഞ്ഞു. കോൾഡ് വാട്ടർ ഫ്രം ഓഷ്യൻ ഡെപ്ത് എന്ന് പറഞ്ഞു, കോൾഡ്. ഓക്കെ, സോ ദിസ് ക്രിയേറ്റ് എ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. Okay, temperature gradient means here it is hot and here it is cool. So it can create like that, something like 100 degrees Celsius and 20 degrees Celsius. So അവിടെ നിന്നൊരു ഡിഫറൻസ് ഉണ്ട്. സോ ഇതിനാണ് നമ്മൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സർഫേസിലെ ഓരോ ലെയർ ഓഫ് വാട്ടർ കഴിയും തോറും അതിൻ്റെ ടെമ്പറേച്ചേഴ്സ് കുറഞ്ഞു വരുന്നു എന്നുള്ള രീതിക്കാണ് വരുന്നത്. അപ്പോൾ അപ്പർ പാർട്ട് ഹാസ് മോർ എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലോവർ പാർട്ട് ഈസ് സംതിങ് ലൈക്ക് കൂൾ. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കാരണം നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡ് ഹീറ്റാകുകയും അത് സ്റ്റീമിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ സ്റ്റീം ടർബൈനിലൂടെ ഫ്ലോ ആകുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാണ് ആക്ച്വലി നമ്മുടെ OTECയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. അപ്പറിലാണ് സർഫേസ് വാട്ടർ, ലോവർ പാർട്ടിലാണ് കോൾഡ് വാട്ടർ വരുന്നത്. സോ ഇവിടെ ഒരു കണ്ടൻസർ ഉണ്ട്. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കണ്ടൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബ്രിങ് ബാക്ക് ദി വർക്കിംഗ് ഫ്ലൂയിഡ് ഫ്രം സ്റ്റീം ടു ലിക്വിഡ് കണ്ടീഷൻ again. Okay, so
ഇവിടെയൊക്കെ എത്തുമ്പോൾ എന്തായിരിക്കും, അത് ലിക്വിഡ് കണ്ടീഷനിലായിരിക്കും. വീണ്ടും ഇതിലൂടെ പോകുമ്പോൾ ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ടു ദി സ്റ്റീം. ദാറ്റ് സ്റ്റീം ഈസ് ഫ്ലോയിങ് ടു ദി turbine. Okay, this is the actual outline working of the OTC. So actually I mentioned about a temperature gradient. അപ്പോൾ ഏകദേശം ഒരു 20 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വി ക്യാൻ റൺ ദി OTC. Then this is one of the representation how it is OTC working. That is power cable, generator, turbine. Okay, turbine and generators is common. Power cable is the cables which is used to transmit the power from generator to required area. Okay, then working fluid in vapor state, that is already we mentioned. Ocean surface, pump, warm water taken, that is 25 degrees Celsius or 77 Fahrenheit, heat exchanger evaporator, mixed water return, working fluid liquid, cold water intake of 5 degree or 41 degree Celsius. We can see that, and it is about a 20 degree difference from 25 to 5. Okay, so actually warm water is going on, and the working fluid get changes to steam, and it is flowing to the turbine. ടർബൈനിൽ പോയിക്കുന്ന സ്റ്റീം വീണ്ടും തന്നെ ലിക്വിഡ് ആവുന്നു, വീണ്ടും താഴത്തേക്ക് വരുന്നു. അങ്ങനെ ലിക്വിഡ് ആവാനുള്ള കാരണം എന്താണ്? ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് കണ്ടൻസർ. ആ കണ്ടൻസറിൻ്റെ ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ആവുന്ന കോൾഡ് വാട്ടറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, രണ്ട് സർക്യൂട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു സർക്യൂട്ടിൽ കോൾഡ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്, അടുത്ത സർക്യൂട്ടിലൂടെ ആ സ്റ്റീം എന്നുള്ള രീതിക്കുള്ള വർക്കിംഗ് ഫ്ലൂയിഡ് വരും. സോ ദാറ്റ് സ്റ്റീം എന്നുള്ളതിൻ്റെ ഹീറ്റ് കംപ്ലീറ്റ് ആരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും? ഈ കോൾഡ് വാട്ടർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോഴാണ് വീണ്ടും ദി സ്റ്റീം ഈസ് കൺവേർട്ടിംഗ് ടു ദി ലിക്വിഡ്. ആക്ച്വലി ദിസ് ഈസ് ദ പ്രോസസ്. അപ്പോൾ ഇതാണ് നമ്മുടെ OTECയുടെ മെയിൻ ഒരു കോമ്പണൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വി ആർ മൂവിങ് ടു ദി ടൈഡൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ. സോ it is mentioned as power station. Power station എന്ന് പറഞ്ഞാൽ the place which is we are generating electricity നെയാണ് നമ്മൾ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. So we can see that here we have a turbine and fan, tidal basin and sluice gates, barrage and oceans. So our ultimate aim is we have to rotate the turbine. നമ്മുടെ ultimate aim എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യണം എന്നാണ്. So turbine is mechanically coupled with the generator. We can generate the electricity. So നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സോ റൈറ്റ് സൈഡ് ഈസ് ടൈഡൽ ബേസിൻ ആൻഡ് ലെഫ്റ്റ് സൈഡ് ഈസ് ഓഷ്യൻ. സോ ദി വാട്ടർ ലെവൽ ഹിയർ ഇറ്റ് ഈസ് മോർ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ലെസ്. സോ നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ടൈഡ് ഉണ്ടാകുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ വാട്ടർ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി വെക്കുകയോ അങ്ങനെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ടൈഡൽ ബേസിനിൽ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യാം. ദെൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്ലൂ ഗേറ്റ്സ് വി ആർ റെഗുലേറ്റിംഗ് ദി എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ ദി ടർബൈൻ. അപ്പോൾ നമുക്ക് ഈ സ്ലൂ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതിനും ക്ലോസ് ചെയ്യുന്നതിനും അനുസരിച്ച് നമുക്ക് എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ഈ ടർബൈനിലൂടെ ഫ്ലോ ആവണമെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ when the water is moving to the turbine, actually the fan which is connected, fan like blade is connected to the turbine. That turbine starts to rotating. അപ്പോൾ ആ വാട്ടറിൻ്റെ ഫ്ലോ കാരണം അവിടുത്തെ ടർബൈൻ റൊട്ടേറ്റ് ആവുന്നു. ടർബൈൻ റൊട്ടേറ്റ് ആകുമ്പോൾ അതിനോട് കപ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. ദെൻ ദി വാട്ടർ ഈസ് മൂവിങ് ടു ദി ഓഷ്യൻ സൈഡ്. ഇറ്റ് ഈസ് മൂവിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ദി റിവേഴ്സ് ഡയറക്ഷൻ ഓൾസോ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴും ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. സോ അക്കോർഡിംഗ് ഹൗ ദി പ്രിൻസിപ്പിൾ, എങ്ങനെയാണ് അവിടുത്തെ സൈറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മോസ്റ്റ്ലി എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ദി ടൈഡൽ എനർജി കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് അവൈലബിൾ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ് ഫസ്റ്റ് വൺ. പിന്നെ ദ ടൈഡൽ പവർ ഈസ് എ ഫോം ഓഫ് ഹൈഡ്രോ പവർ ദാറ്റ് കൺവേർട്ട് ദി എനർജി ഓഫ് ടൈഡ് into the useful form of power, mainly electricity. So tidal power എന്ന് പറയുന്നത് it is a form of hydro power തന്നെയാണ്, because the water is the materials which is flowing. അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് വെച്ചിട്ടാണ് നമ്മൾ ടൈഡൽ എനർജി കൺവേർട്ട് ചെയ്യുന്നത്. സോ we can say that it is a form of hydro power which is convert the energy of tide.
അപ്പോൾ അവിടെ ടൈഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ടൈഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ടൈഡിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ടൈഡ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത് ഡ്യൂ ടു ദി ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദി സൺ ആൻഡ് ദി മൂൺ ആൻഡ് ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ഈ 3 റീസൺസ് വെച്ചിട്ടാണ് ആക്ച്വലി ടൈഡ് ഫോം ചെയ്യുന്നത്. ആ ടൈഡ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് or വാട്ടർ മൂവ്മെൻറ്റ് ഇൻ ദി ഓഷ്യൻ അതിനെയാണ് നമ്മൾ ആക്ച്വലി ടൈഡ് എന്ന് പറയുക. അപ്പോൾ ടൈഡ് ഫോം ആവാനുള്ള റീസൺസ് ആണ് അവിടെ പറയുന്നത്. ടൈഡ് ഈസ് മോർ പ്രഡിക്റ്റബിൾ ദാൻ വിൻഡ് ആൻഡ് സോളാർ പവർ. ആക്ച്വലി ദി ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദി സൺ ആൻഡ് ദി മൂൺ എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആയതും, പിന്നെ റൊട്ടേഷൻ ഓഫ് എർത്ത് എന്ന് പറയുന്നതും അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടും, പിന്നെ എർത്ത് ഇസ് റൊട്ടേറ്റിംഗ് ഇൻ ദി ഓർബിറ്റൽ ഫോം വിത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ എന്ന് പറഞ്ഞതുകൊണ്ടും നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദാറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഏകദേശം പ്രെഡിക്റ്റബിളാണ്. അപ്പോൾ നമുക്ക് വിൻഡ് എനർജീനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെ പോലെയോ സോളാർ എനർജീനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെയോ അല്ല, നമ്മൾക്ക് ടൈഡൽ എനർജി വി ക്യാൻ പ്രെഡിക്ട്സ് മോർ. ഓക്കെ, അതാണ് ഇവിടെ മോർ പ്രെഡിക്റ്റബിൾ ദാൻ വിൻഡ് ആൻഡ് സോളാർ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദി ടൈം ദി ടൈഡ് റൈസ് ആൻഡ് ഫാൾ ട്വൈസ് റിസൾട്ടിങ് ദ ടൈഡൽ സൈക്കിൾസ് ദാറ്റ് ലാസ്റ്റ് 1 hour 25 minutes. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ടൈഡ് റൈസ് ചെയ്യുന്നു, പിന്നെ ടൈഡ് ഫാൾ ചെയ്യുന്നു, can be happen twice, resulting the tidal cycle of 1 hour 25 minutes. 12 hour 25 minutes ആണ് ഒരു ടൈഡൽ സൈക്കിളിന് വേണ്ടി വരുന്ന സമയം. ദി ലാർജ് സ്കെയിൽ ഓഫ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഓഫ് ദി സീ വാട്ടർ റെപ്രസെൻറ്റ് ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ ഇങ്ങനെ ടൈഡ് മൂവ് ചെയ്യുന്ന അപ്പ് ആൻഡ് ഡൗൺ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് സീ വാട്ടർ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു അൺലിമിറ്റഡ് ഫോം ഓഫ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റിക്ക് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിതാണ് ഒരു ജസ്റ്റ് ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. അവിടെ ഒരു ടർബൈൻ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി വി ക്യാൻ മൂവ്. അപ്പോൾ ഇത് ഒരു ഫിക്സഡ് അല്ലെങ്കിൽ ഇതിനെ ഇമേഴ്സ് ചെയ്യുമ്പോൾ വി ക്യാൻ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതാണ് ആക്ച്വലി ഒരു ടർബൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിനോട് കണക്ട് ചെയ്ത് വെക്കുന്ന ജനറേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് ആക്ച്വലി അല്ല, ഒരു അപ്രോക്സിമേറ്റ് ഫോട്ടോ ആണ്. അപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അനുബന്ധിതമായിട്ടുള്ള മെക്കാനിക്കൽ പാർട്സുകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേഷൻസ് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈഡൽ പവർ പ്ലാന്റിൻ്റെ കൂടുതൽ എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾക്ക് നോക്കാം. ഇറ്റ് ഈസ് എ യൂസ്ഫുൾ ഫോം ഓഫ് എനർജിയാണ്, മോർ പ്രഡിക്റ്റബിളാണ്, ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ്, അതായത് അതാണ് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് ടേക്ക് 12 hour 25 minutes എന്ന് പറയുന്നത്. പിന്നെ ഹൈഡ്രോളിക് ടർബൈൻസ് ഉണ്ട്. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ബൈ ഇലക്ട്രിസിറ്റി ബൈ യൂസിങ് ഓഫ് ജനറേറ്റേഴ്സ്. അതെല്ലാം ഒരേപോലെ തന്നെയാണ്. ദ ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂറിങ് ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് ഈസ് കൺവേർട്ടിങ് ഇൻ ടു ദി ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഹൈ ടൈഡിലേക്ക് പോകുമ്പോൾ വാട്ടർ ഈസ് മൂവിങ് ഫ്രം വൺ ഡയറക്ഷൻ ടു അനദർ ഡയറക്ഷൻ. ആ സമയത്ത് നമ്മൾ ടർബൈൻ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ വൺ ഫോം ഓഫ് ഡയറക്ഷൻ. അവിടെ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ആഫ്റ്റർവേർഡ്സ് വി ആർ മൂവിങ് ദാറ്റ് ഇൻ ദി അനദർ ഡയറക്ഷൻ. ലോ ടൈഡ് വരുമ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ടർബൈൻ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ അനദർ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള നമ്മുടെ കൺവേർഷൻസ് ആൻഡ് കപ്ലിങ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. വി ആർ ഗെറ്റിംഗ് ദി ഇലക്ട്രിസിറ്റി ഇൻ അനദർ ഡയറക്ഷൻസ്. ഓക്കെ, അപ്പോൾ ദി പവർ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്ലോ ദി വാട്ടർ വെൻ ഫില്ലിംഗ് ആൻഡ് എംപ്റ്റിംഗ് പാർഷ്യലി ക്ലോസ്ഡ് സീ ബേസിൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നമ്മളൊരു ഫിഗർ കണ്ടിരുന്നു. ഓക്കെ, ഈ ഫിഗറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹൈ ടൈഡോ ലോ ടൈഡോ നടക്കുന്ന സമയത്ത് വി ക്യാൻ ദി വാട്ടർ ക്യാൻ ഫ്ലോ ഫ്രം ദി റൈറ്റ് ടു ലെഫ്റ്റ് ഓർ ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ആണെന്നുണ്ടെങ്കിലും വി ക്യാൻ ജനറേറ്റ് ദി ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ സോ വാട്ട് ആർ ദി പാർട്സ് ഇൻ എ ടൈഡൽ പവർ പ്ലാന്റ്. ഓക്കെ, ടൈഡൽ പവർ പ്ലാന്റിൽ എന്തൊക്കെ പാർട്ടുകളാണ് ഉള്ളത് നോക്കാം. So the tidal power plant involved the creating of huge concrete dams with sluices. These are called barrages. So നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മളൊരു ബാരേജസ് ക്രിയേറ്റ് ചെയ്യുന്നു വിത്ത് സ്ലൂയേജസ്. വാട്ടർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഒരു ഓപ്പണിങ്സ്. പിന്നെ ടൈഡൽ ബാരേജ് ക്യാൻ യൂസ് ദി പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ദി ഡിഫറൻസ് ഓഫ് ഹൈറ്റ് ബിറ്റ്വീൻ ദി ഹൈ ടൈഡ് ആൻഡ്
ലോ ടൈഡ്. സോ ടൈഡൽ എനർജിയുടെ പൊട്ടൻഷ്യൽ എനർജി അതായത് സോ എം ജി എച്ചും കൈനറ്റിക് എനർജിയായ ഹാഫ് എം വി സ്ക്വയറും. സോ വാട്ടർ ഈസ് സ്റ്റോറിങ് അപ് ടു എ ഹൈറ്റ്. നമ്മൾ ഹൈറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നതോറും വി ആർ യൂട്ടിലൈസിങ് ദാറ്റ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ടൈഡൽ എനർജി. മോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പവർ പ്ലാന്റ്സ് യൂസിങ് ദിസ് ഡിസൈൻ മെയിൻ കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡാം ഓർ ഡ്യൂക്ക്. സോ നമുക്ക് അതിന് മുമ്പ് അതിൻ്റെ ഫിഗർ ഒന്ന് കാണാം. ഇതാണൊരു സിംഗിൾ ബേസിൻ ടൈഡൽ പവർ പ്ലാന്റ്, ഡബിൾ ബേസിൻ ടൈഡൽ പവർ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. സ്ലൂ ഗേറ്റ്സ് ടു റെഗുലേറ്റ് ദി ഫ്ലോ ഓഫ് വാട്ടർ. പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് ഇൻ വിച്ച് ദ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റിംഗ്, അതിനെ നമ്മൾ പവർ ഹൗസ് എന്ന് പറയാം. അഗെയിൻ സ്ലൂവേജ് ഗേറ്റ്, ഡ്യൂക്ക്, ബേസിൻ. സോ ദി ബേസിൻ മീൻസ് ദ പ്ലേസ് ഓർ ഏരിയ വിച്ച് ദി വാട്ടർ ഇസ് സ്റ്റോറിങ്, അതിനെയാണ് നമ്മൾ ബേസിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഡാം. സോ നമുക്ക് ഡാം എന്നുള്ളതിൻ്റെ പർപ്പസ് എന്തിനാണെന്ന് അറിയാം. വി ഹാവ് ടു സ്റ്റോർ the water. But the function of the dam or duke is a form of barrier between the sea and the basin. Okay, അപ്പോൾ ഇവിടെ സീയും ബേസിനും തമ്മിലുള്ളൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഒരു ഡാം ഡ്യൂക്ക് എന്നുള്ളൊരു പ്രൈസ് വരുന്നത്. സോ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ക്യാൻ ബി എ സിംഗിൾ ബേസിൻ ഓർ ഡബിൾ ബേസിൻ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ബിൽഡ് അക്രോസ് ദി മൗത്ത് ഇൻ വിച്ച് ടൈഡൽ ഇൻലെറ്റ്, വെള്ളം ഉള്ളിലേക്ക് വരുന്ന രീതിയിലുള്ളൊരു പ്ലേസിലായിരിക്കും ഇതിൻ്റെ ഒരു സ്ലൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ദിസ് ബാരേജ് ഈസ് ഫിറ്റഡ് വിത്ത് സ്പെഷ്യൽ സ്ലൂ ഗേറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഓപ്പൺ ആൻഡ് ക്ലോസ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ടൈഡ്. അപ്പോൾ നമുക്കൊരു ഹൈ ടൈഡ് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ ഓഷന് ഇതിൻ്റെ ഡാം എന്നുള്ള പ്ലേസിലേക്ക് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. സോ സ്റ്റോർ ചെയ്ത വാട്ടറിനെ ലോ ടൈഡ് ഉണ്ടാക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴാണ് വീണ്ടും ഈ ഡാമിൽ നിന്ന് ഓഷ്യനിലേക്ക് വെള്ളം തിരിച്ചു പോകുമ്പോൾ വീണ്ടും വേറൊരു ടൈപ്പ് ഓഫ് ജനറേഷൻസ് നടക്കുന്നത്. സോ അതാണ് അവിടെ സ്ലൂവേജ് ഗേറ്റ് എന്നുള്ളതിൻ്റെ പ്രിൻസിപ്പൽ വേ എന്ന് പറയുന്നത്. പിന്നെ സ്ലൂവേജ് വേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫിൽ ദി ബേസിൻ ഡ്യൂറിങ് ദി ഹൈ ടൈഡ് ഓർ എംപ്റ്റി ദി ബേസിൻ ഡ്യൂറിങ് ദി ലോ ടൈഡ് ആസ് പെർ ദി ഓപ്പറേഷണൽ റിക്വയർഡ്. അതാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ. സോ പവർ ഹൗസ് ഈസ് ദ പ്ലേസ് വി ആർ കൺസിസ്റ്റിംഗ് ഓഫ് ടർബൈൻ, ഇലക്ട്രിക്കൽ ജനറേറ്റർ ആൻഡ് ഓക്സിലറി എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, ടർബൈൻസും ഇലക്ട്രിക്കൽ ജനറേറ്ററും അതിന് അനുബന്ധമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ. അനുബന്ധമായ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇറ്റ് ഈസ് എ കൺട്രോളിങ് പാനൽസ്, മെഷറിംഗ് പാനൽസ്, സെൻസേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആണ് ഈ ഓക്സിലറി പാർട്ട് എക്യുപ്മെൻറ്റ്സിൽ വരുന്നത്. Okay, especially large size turbines are used in the low head availability. The water with a higher potential energy is made run through the turbine to അതായത് ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ചിൻ്റെ വാല്യൂ ഏറ്റവും കൂടുതൽ ഉള്ള സമയത്തായിരിക്കും വി ഗെറ്റ് ദി മാക്സിമം എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ. ആ സമയത്ത് മാത്രമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ടർബൈൻസിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ സെലക്ഷൻ ഓഫ് സൈറ്റ് സെലക്ഷൻ ഓഫ് ടൈഡൽ പവർ പ്ലാന്റ്. അപ്പോൾ എവിടെയായിരിക്കും നമ്മളൊരു സൈറ്റ് സെലക്ട് ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി നിയർ ദ ഓഷ്യൻ, ഇറ്റ് ഷുഡ് പ്രൊട്ടക്റ്റഡ് ഫ്രം ഹൈ വേവ്സ്. നമ്മൾ വേവ്സ് വെച്ചിട്ടാണ് ആക്ച്വലി ഈ ഒരു അല്ലെങ്കിൽ ടൈഡ് വെച്ചിട്ടാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ കൂടുതൽ എമൗണ്ട് ഓഫ് വേവ്സ് വന്ന് ജനറേറ്റിംഗ് സ്റ്റേഷനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ നമുക്ക് പറ്റില്ല. ഇറ്റ് ഷുഡ് നോട്ട് ഹാമ്പർ ദി ഷിപ്പിംഗ് ട്രാഫിക്. ഷിപ്പ് പോകുന്ന നടവഴിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഡാം കെട്ടിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ടർബൈൻസ് കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതും പറ്റില്ല. ദി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് പ്ലാൻ മസ്റ്റ് എൻക്ലോസ് ദ ലാർജ് ഏരിയ വിത്ത് ഷോർട്ട് ഡാംസ്. ഓക്കെ, പിന്നെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എല്ലാം കൂടെ നമുക്ക് നോക്കണം. പിന്നെ വി ഹാവ് ടു ഡിസ്കസ് വാട്ട് ഇസ് ദ ഇമ്പാക്റ്റ് ഓഫ് ടൈഡൽ എനർജി ഓൺ ദി എൻവയോൺമെൻറ്റ് എന്ന് നോക്കാം. ചേഞ്ചിങ് ദി ടൈഡ് ഫ്ലോ ബൈ ഡാമ്പിംഗ് ദ ബേ കുഡ് റിസൾട്ട് ദി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ അക്വാട്ടിക് ആൻഡ് ഷോർ ലൈൻ എക്കോസിസ്റ്റം ആസ് വെൽ ആസ് ദി നാവിഗേഷൻ ആൻഡ് റിക്രിയേഷൻ. അപ്പം നമ്മൾ പോകുന്ന നാച്ചുറലി ഫ്ലോ ഓഫ് ടൈഡിനെ വി ആർ റെസ്ട്രിക്റ്റിംഗ് അല്ലേ. ചില സമയത്ത് നമ്മൾ അതിനെ പിടിച്ചു വയ്ക്കും, ആവശ്യമുള്ള സമയത്ത് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഉള്ള പ്രോസസ്സ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്വാട്ടിക് അനിമൽസോ അങ്ങനെയുള്ള ബാക്കിയുള്ള റീസൺസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രിയേച്ചേഴ്സിനൊക്കെ അത് എഫക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. കൺസിസ്റ്റിംഗ് ഓഫ് ബാരേജ് അക്രോസ് ദി ടൈഡൽ റിവർ അഫക്റ്റ് ദി കണ്ടീഷൻ ഓഫ് ബോത്ത് സൈഡ് ഓഫ് സ്ട്രക്ചർ. ബാരേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം കൂടുതൽ എമൗണ്ട് ഓഫ് സ്പേസ് വേണം. അപ്പം കൺസ്ട്രക്ഷൻ സമയത്ത് ചിലപ്പോൾ നമുക്ക് വി ഹാവ് ടു ഡൂ സം
ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യേണ്ടി വരും. സോ അതും രണ്ട് സൈഡിൻ്റെ സ്ട്രക്ചറുകൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ബാരേജ് കൺസ്ട്രക്ഷൻസ് കാരണം കൊണ്ടുണ്ടാവണമെന്ന് വരാം. വാട്ടർ മൂവ്മെൻറ്റ് പാറ്റേൺ ഈസ് അഫക്റ്റഡ് ഡ്യൂ ടു ദി സൈഡ്മെൻറ്റ് മൂവ്മെൻറ്റ് വിച്ച് ആൾട്ടർ ദി ലാൻഡ്വേഴ്സ് ആൻഡ് സീവേഴ്സ് സൈസ് ഓഫ് ബാരേജ്. അതുതന്നെയാണ് വീണ്ടും വാട്ടർ മൂവ്മെൻറ്റ് പാറ്റേൺസ് മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ ഷോർ സൈഡായാലും ശരി ലാൻഡ് സൈഡായാലും ശരി കുറേ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൂവ്മെൻറ്റ് ഓഫ് മറൈൻ എലിമെൻറ്റ്സ് ആൾസോ അഫക്റ്റഡ്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടർബൈനിലേക്ക് നമ്മൾ ഹൈ ടൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ടർബൈനിൻ്റെ ബ്ലേഡ്സിൽ തട്ടിയിട്ട് വല്ല അക്വാട്ടിക് അനിമൽസ് എല്ലാം അതിൻ്റെ സർവൈവലിൽ തന്നെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അനിമൽ സ്പീഷീസ് ആർ എഫക്റ്റഡ് എസ്പെഷ്യലി നമുക്കിപ്പോൾ ഒരു ഫിഷ് മൈഗ്രേഷൻസിനൊക്കെ ഇതൊക്കെ എഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇനിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അക്വാട്ടിക് അനിമൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ടർബൈൻസിൽ വന്ന് തട്ടി അതിൻ്റെ റൊട്ടേഷൻസിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു ഡു മോർ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും. പിന്നെ അത് നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷൻസിന് തന്നെ ഒരു എഫക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ദി ടൈഡൽ പവർ ഈസ് റിന്യൂവബിൾ സസ്റ്റൈനബിൾ എനർജി പ്രോസസ്, ഫ്രീ ഫ്രം പൊല്യൂഷൻ, നമ്മൾ ബാക്കി ഏത് ഫ്യൂവലും ഉപയോഗിക്കുന്നില്ല. ലാർജ് ഏരിയ ഓഫ് വാല്യുബിൾ ലാൻഡ് ഈസ് നോട്ട് റിക്വയർഡ്. നമുക്ക് ഒരുപാട് ആവശ്യമായിട്ടുള്ള ഷോർ സൈഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എവിടെയാണ് നമുക്ക് ഈ സൈറ്റ് കിട്ടുന്നത് അവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി അൺഹെൽത്തി വേസ്റ്റ് സച്ച് ആസ് ഗ്യാസസ് ഓർ ആഷസ്. നമ്മുടെ തെർമൽ പവർ പ്ലാന്റ് നടത്തുന്ന പോലെയോ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നടത്തുന്നത് പോലെയോ അൺഹെൽത്തി വേസ്റ്റ് ലൈക്ക് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള ഗ്യാസുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യാറില്ല. പിന്നെ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി റിമെയിൻസ് ലൈക്ക് ആഷസ്. ഓക്കെ, ഇപ്പോൾ തെർമൽ പവർ പ്ലാന്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് എ മേജർ headache is the disposing of ash or byproducts or waste products of thermal power station എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഹാസ് എ യൂണിക് കപ്പാസിറ്റി ടു മീറ്റ് ദി പീക്ക് പവർ ഡിമാൻഡ് എഫക്റ്റീവ്ലി. ഓക്കെ, അതായത് ആക്ച്വലി വി ആർ സ്റ്റോറിങ് ദി ടൈഡ് ഇൻ ദി ഹൈ ടൈഡ് ആൻഡ് വി ആർ റിലീസിങ് ഇൻ ദി ലോ ടൈഡ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇഫ് യു ആർ കൺസിഡറിങ് ദി 6 PM to 8 PM അറ്റ് അവർ ഹോം, നമ്മൾ മോസ്റ്റ്ലി എല്ലാ ലൈറ്റ് ലോഡുകളും ഓണായിരിക്കും. നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം പല ആക്ടിവിറ്റീസിൽ വരുമ്പോൾ നമുക്ക് എമൗണ്ട് ഓഫ് റിക്വയർമെൻറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് കൂടുതലാണ്. അതേപോലെ ഇപ്പോൾ മോർണിംഗ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഒരു 8 AM to ഒരു 11 AM എന്ന് പറയുന്നതാണ് മോർണിംഗ് ടൈമിൽ നമുക്കൊരു പീക്ക് ടൈമിന് വരുന്നത്. അപ്പോഴും നമുക്ക് എമൗണ്ട് ഓഫ് കിലോ വാട്ട് ഓഫ് എനർജി റിക്വയർഡ് എന്ന് പറയുന്നത് കൂടുതലാണ്. സോ എല്ലാ വീട്ടിലും അതേപോലെ ഓരോ കാര്യങ്ങൾ ഓൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് പവർ റിക്വയർഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരും. ആ സമയത്ത് നമ്മുടെ ഇപ്പോൾ ഉള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള പവർ പ്ലാന്റ്സിൽ നിന്നൊന്നും ആ ഒരു എനർജി മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ ഒരു അതിനാണ് നമ്മുടെ പീക്ക് ലോഡ് എന്ന് പറയുന്നത്, പീക്ക് ലോഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജീനെ വീണ്ടും റിലീസ് ചെയ്തിട്ട് വി ക്യാൻ ജനറേറ്റ് ദി ഇലക്ട്രിസിറ്റി. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻസും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, പീക്ക് ഡിമാൻഡിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്. വീഡിയോ പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു റെക്കോർഡിങ് ശേഷം എങ്ങനെയാണെന്ന് ഓർമ്മ വന്നില്ല. സോ പീക്ക് ഡിമാൻഡിന് നമ്മൾക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ടൈഡൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഇറ്റ് ഈസ് മച്ച് സുപ്പീരിയർ ടു ദി ഹൈഡ്രോ പവർ പ്ലാന്റ് ആൻഡ് ഇറ്റ് ഈസ് ടോട്ടലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് റെയിൻ. അതായത് ആക്ച്വലി ഓഷ്യൻസിൽ എർത്തിൻ്റെ റൊട്ടേഷനും അതേപോലെ ഗ്രാവിറ്റേഷണൽ പുൾ ഉള്ളവരെയും നമുക്ക് വി ക്യാൻ എക്സ്ട്രാക്ട് ദി എനർജി. സോ നമുക്ക് ഹൈഡ്രോ പവർ പ്ലാന്റായി അതിൽ വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദി റെയിൻ. വെള്ളം ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് നമുക്ക് ഡാമിൽ വാട്ടർ കിട്ടും, ഡാമിൽ നിന്ന് വാട്ടർ ഫ്ലോ ചെയ്യിച്ചിട്ട് നമ്മൾ റിവറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. സോ അങ്ങനൊരു കൺസ്ട്രെയിൻ ഇതിൽ വരുന്നില്ല, നമുക്ക് ഈ ഒരു ടൈഡൽ പവർ പ്ലാന്റിന് നമുക്ക് വരുന്നില്ല. ടോട്ടൽ കറൻസ് ആർ മോർ പ്രഡിക്റ്റബിൾ ആൻഡ് റിലയബിൾ ഇൻ than both solar and wind. It is independence of fossil fuel. ഇത് നമ്മൾ അപ്പോഴേ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ് തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദി എനി ഫോസിൽ ഫ്യൂവൽസ് നമുക്ക് പറയാം. പിന്നെ അതേപോലെ ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് നോക്കാം.
സോ ഈ ഒരു ഇതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു പാർട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ പവർ പ്ലാന്റ്സ് റിക്വയർ ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ആൻഡ് ലോങ് കൺസ്ട്രക്ഷൻ പീരീഡ്. അപ്പോൾ സോ ദി കോസ്റ്റ് ഓഫ് ടർബൈൻ ആൻഡ് ജനറേറ്റർ ആൻഡ് ദി കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നതെല്ലാം കൂടുതലാണ്. കൺസ്ട്രക്ഷൻ ടൈം എന്ന് പറയുന്നത് കൂടുതലാണ്. അതേപോലെ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം മോസ്റ്റ് ഓഫ് ദി ടൈം ഇൻ ദി വാട്ടർ ആയതുകൊണ്ട് വി ഹാവ് ടു ക്രിയേറ്റ് ദി മെറ്റീരിയൽ വിത്ത് വാട്ടർ റെസിസ്റ്റൻറ്റ് ആൻഡ് കൊറോസീവ് റെസിസ്റ്റൻറ്റ്. സോ അതിലുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നതിൻ്റെ വിത്ത്സ്റ്റാൻഡിങ് കേപ്പബിലിറ്റി എന്ന് പറയുന്നതൊക്കെ വളരെ കൂടുതലായിരിക്കണം. പിന്നെ അതേപോലെ വി ആർ ഇൻസ്റ്റാളിങ് ദാറ്റ് ഡിവൈസസ് ഇൻ ദി ഹൈ ടർബൈൻ സ്പീഡുള്ളതാണ് അല്ലേ, ഹൈ ടൈഡൽ സ്പീഡിലുള്ളവിടെയാണ്. സോ അത്രയും എമൗണ്ട് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലുള്ള മെറ്റീരിയൽസ് വേണം ഉണ്ടാക്കാൻ. സോ അതിനുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഡ്യൂ ടു ദി വേരിയേഷൻ ഓഫ് ടൈഡൽ റേഞ്ച് ദി ഔട്ട്പുട്ട് ഈസ് നോട്ട് യൂണിഫോം. സോ നമ്മൾ സ്റ്റോർ ചെയ്ത് റിലീസ് ചെയ്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റ് ക്യാൻ ബി സേ ദറ്റ് ഈസ് എ യൂണിഫോം. ബട്ട് നമ്മളിപ്പോൾ ഒരു ടർബൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു റഫ്ലി ഈ ഒരു ഫിഗറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഫിഗർ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, ദിസ് ഫിഗർ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് വി ആർ കൺസ്ട്രക്റ്റിംഗ് ഓർ വി ആർ ഇൻസ്റ്റാളിങ് ദ ഡിവൈസസ് ഇൻ ദ മിഡിൽ ഓഫ് സീ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈഡലിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ എപ്പോഴും ഒരേ ഡയറക്ഷനിലേക്ക് വരണമെന്നില്ല, അല്ലെങ്കിൽ ഒരേ ഫോഴ്സിലുള്ള ഡയറക്ഷനിൽ വരണമെന്നില്ല, അല്ലെങ്കിൽ ഒരേ ഫോഴ്സിൽ വരണം, അതേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. സോ സ്പീഡ് എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദ ജനറേഷൻസ് വിൽ നോട്ട് ബി യൂണിഫോം, ഇറ്റ് ഹാവ് അൺയൂണിഫോം എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാം. പിന്നെ കൊറോഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പവർ ട്രാൻസ്മിഷൻ കോസ്റ്റ് ഈസ് ഹൈ. ട്രാൻസ്മിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഓഷ്യൻ എന്ന് പറയുന്നതിൻ്റെ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ലാൻഡ് സൈഡായിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നത്. സോ ദി കേബിളിംഗ് എന്ന് പറയുന്നത് ദി ടു ട്രാൻസ്പോർട്ട് ദാറ്റ് ജനറേറ്റഡ് എനർജി ടു ദി കൺസ്യൂമർ എന്ന് പറയുന്നത് ഇറ്റ് ടേക്ക് മോർ എമൗണ്ട് ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൂടുതൽ എമൗണ്ട് ഓഫ് കേബിളിംഗ് ആൻഡ് ട്രാൻസ്മിഷൻ ആവശ്യം വരും. സോ ആ ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നതും കുറച്ചും കൂടെ കൂടുതലാവാൻ സാധ്യതയുണ്ട്. ദ എഫിഷ്യൻസി ഈസ് അഫക്റ്റഡ് ഡ്യൂ ടു ദി വേരിയേഷൻ ഓഫ് ടൈഡൽ എനർജി. അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ദർ ഈസ് വെരി ഫ്യൂ ഐഡിയൽ ലൊക്കേഷൻ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാൻ. ദാറ്റ് ഈസ് ദേ ആർ ടു ആർ ലൊക്കേറ്റഡ് അറ്റ് ദി കോസ്റ്റൽ ലോക്കലൈസ്ഡ് ടു ദി കോസ്റ്റൽ റീജിയൻസ് ഓൺലി. പിന്നെ അതിൻ്റെ പോലെ കൺസ്ട്രക്ഷനും അതിൻ്റെ സൈറ്റുകളും എല്ലാം തന്നെ കുറേ കൺസ്ട്രെയിൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ടൈഡൽ പവറിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നെക്സ്റ്റ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജിയോ തെർമലാണ്. ജിയോ തെർമലിൻ്റെ വർക്കിംഗ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാവരും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ടൈഡൽ പവർ ജനറേഷൻ്റെ ഈ ഒരു കോൺസെപ്റ്റിൽ ഇതിനെയും ഈ OTECനെയും തമ്മിൽ നമ്മൾ കൺഫ്യൂസ് ചെയ്യരുത്. രണ്ട് ടൈപ്പാണ്, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. സോ ഇത് രണ്ടും കൂടെ കൺഫ്യൂസ് ചെയ്യാതെ കറക്റ്റായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സോ വി ആർ സ്റ്റോപ്പിംഗ് ദിസ് സെഷൻ. Okay.